എന്നുള്ളവരോട് പറയുന്നത് കേട്ടു. ഞാനിങ്ങനെ ചിന്തിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ ഇടുക്കിയിൽ ഇതുപോലെ തന്നെ വെള്ളമെല്ലാം കൂടെ കൂടി നിൽക്കുക, ഡാമെല്ലാം കൂടെ പൊട്ടാമെങ്കിൽ മുല്ലപ്പെരിയാറും ഇടുക്കി എല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യും? പൊട്ടാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ പട്ടിയാൽ എത്ര ജില്ലകളാണ് പോകുന്നതല്ലേ? 5 ജില്ലകളോളം കേരളത്തിൽ നിന്ന് വെറും ഒന്നുമില്ലാതെ ഒരു നദി പോലെ, ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ പോലെ വെറും തരിശുഭൂമി പോലെയായി മാറും. നിങ്ങളതൊരു കാര്യം ഓർക്കണം, നമുക്കൊന്നും ഒരു അപകടവും ഇല്ല. കൊല്ലം ജില്ലയ്ക്കൊന്നും ഒരു അപകടവും നോക്കിയിരുന്നോ? ഈ വെള്ളം മുഴുവൻ പോകുന്ന കടലിലോട്ടാണ്. അതുകൊണ്ട് കടലിലോട്ട് ഈ വെള്ളം ഒരുമിച്ച് അങ്ങോട്ട് കയറുമ്പോൾ ഇത് മുഴുവൻ തിരിച്ച് ഇങ്ങോട്ട് നമ്മുടെ തലയുടെ പണ്ടേ കൂടെ കയറാതിരിക്കും. നമ്മളിവിടെ സുഖിച്ചങ്ങ് മിക്കവാറും മുല്ലപ്പെരിയാർ ഓട്ടാക്കി കൊല്ലം ജില്ലയും കാണുകയെന്ന് എനിക്ക് തോന്നുന്നത്. കരുനാപ്പള്ളി മുഴുവൻ വെള്ളം കയറും, കടലടിച്ചിങ്ങ് കയറി വരും. ഈ വെള്ളം മുഴുവൻ കടലിനെക്കാട്ട് വലിയ കടൽ അവിടെ ഇരിക്കുന്നത്. ഇത് മുഴുവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ വെള്ളം ഇടിച്ച് ഇങ്ങോട്ട് പോയ പോലൊരു വരവ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെയും അപകടങ്ങളുണ്ടാകാം, എല്ലാ സ്ഥലത്തും അബദ്ധങ്ങളുണ്ടാകാം. അപ്പോൾ പ്രകൃതിക്ക് ദൈവം വെച്ചിരിക്കുന്നത്, അതും മനുഷ്യൻ എന്ത് ചെയ്യും? അതിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തടയപ്പെടുത്തുമ്പോൾ അതിന് വെള്ളം ഒഴുകാൻ കഴിയാതെ, അതിന് പോകാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യും? അവിടെ ചുരത്തി കളയാൻ പറ്റത്തില്ലല്ലോ ആടിന്. പക്ഷേ ഇത് പ്രകൃതി അതിനെ എടുത്തു കളയും. അതാണ് ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമല്ല, ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അർത്ഥം, ഏതും മനുഷ്യനും ദൈവം ഇതുപോലൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാ കഷ്ടത. കേൾക്കുന്നവരാമേ പറയട്ടെ. ദൈവമക്കൾ തിരിച്ചറിയണം, കഷ്ടം അനുഭവിക്കാൻ വേണ്ടിയാ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. കേൾക്കുന്നവരാമേ പറയട്ടെ. ഒരു ദൈവം ഒരു വ്യക്തി സുവിശേഷം അറിഞ്ഞ് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് നിത്യതയിൽ അത് ഏറ്റവും മഹത്തായ ഒരു അനുഭവത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിന് മുമ്പ് ഒരു കഷ്ടത അനുഭവിക്കണം. എന്തിനാ ദൈവം ഇവിടെ വെച്ചിരിക്കുന്നത്? അതാ പറഞ്ഞത്, ഇതൊരു സിസ്റ്റമാ. പ്രകൃതിക്കകത്ത് ദൈവം വെള്ളമൊക്കെ ഒളിപ്പിച്ച് വെച്ച പോലെ ഇതൊരു സിസ്റ്റത്തിനകത്ത് വെച്ചിരിക്കുന്നതാ. ഇത് കടന്നേ നമുക്ക് കയറാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കണം. അതുകൊണ്ട് പൗലോസ് പറയും, ഇതൊന്നും ഞാൻ എൻ്റെ പ്രാണനെയും വിലയേറിയതായി എണ്ണുന്നില്ല. എന്താണത് പറയാൻ കാരണം? ഇപ്പോൾ ഞാൻ പറഞ്ഞ സന്ദേശം കൂടെ ചേർത്ത് പറയാം. ഇത് എന്നെ വിളിച്ചപ്പോൾ തന്നെ ദൈവം എന്നിൽ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. സ്തോത്രം പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കാരണം എന്നെ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ പ്രാണൻ അത് പോകുന്നതിന് മുമ്പ് ഇന്ന കഷ്ടതകളും ഇന്ന സംഭവങ്ങളും നീ എൻ്റെ നാമത്തിന് വേണ്ടി അനുഭവിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും എന്ന് പറഞ്ഞ വിളിച്ചത്. കേൾക്കുന്നുണ്ടോ? 9-ാം അധ്യായത്തിൽ പിടിച്ചപ്പോൾ പറഞ്ഞ എന്നാണെന്നറിയാവോ? എൻ്റെ നാമത്തിന് വേണ്ടി നീ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ പഠിപ്പിക്കും എന്ന് പറഞ്ഞ പൗലോസ് പറയുന്നത്, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. കാരണം എന്നാ? ഈ സിസ്റ്റത്തിനകത്ത് ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാ ഞാനിപ്പോൾ ഈ പ്രകൃതിയായിട്ട് കൂട്ടി നിങ്ങളോട് പറഞ്ഞത്. ഭൂമിയുടെ സന്തുലനാവസ്ഥയ്ക്കകത്ത് എന്തൊക്കെ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഉരുളുപെട്ട് അതിനകത്തുള്ളതാണേ, ഇടിവെട്ട് ഉള്ളതാണേ, മഴ ഒക്കെ ഉള്ളതാ, കൊള്ളിയ ഒക്കെയുള്ള ഇതെല്ലാം ഇതിനകത്ത് ദൈവം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാ. തീപിടുത്തം ഉണ്ടെന്ന്, ഭൂകമ്പം അതുണ്ടാകുമെന്നേ, അത് ഈ പ്രകൃതിക്കകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതാ. അഗ്നിപർവ്വതം പൊട്ടും, അതും പർവ്വതത്തിനകത്ത് എന്ത് ചെയ്യുക? ദൈവം ഒടുക്കി എന്നതുപോലെ പൗലൂസിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്തൊക്കെ കഷ്ടങ്ങൾ നീ അനുഭവിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. അർത്ഥം, അവൻ്റെ ജീവിതത്തിനകത്തും ദൈവം ഇങ്ങനെ ഒരു സിസ്റ്റം ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അതുകൊണ്ട് ഇന്ന് പകരം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മെ ദൈവം വിളിച്ച് ഇറക്കുമ്പോഴും ഒരു സിസ്റ്റം ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നീ ഇങ്ങനെ ജീവിക്കണം, നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം, നീ ഇങ്ങനെയൊക്കെ സന്തോഷിക്കണം, നീ ഇങ്ങനെയുള്ള കഷ്ടതകളിൽ കൂടെ കടന്നു പോകണം. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു, മാവേലിക്കരയ്ക്ക് അടുത്തുള്ളതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരി അമ്മച്ചിയെ പരിചയപ്പെട്ടു. 70-75 വയസ്സുണ്ട്. അമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് 34-ാമത്തെ വയസ്സിൽ മരിച്ചു, 2 ആമക്കളുണ്ട്. ഒത്തിരി ആ വീടെന്ന് പറഞ്ഞാൽ വലിയ വീടാണ്, ഉറവക്കരയുടെ 4 ഇരട്ടിയുണ്ട്, അത്ര വലിയ വീടാണ്. പുള്ളി ആ വീട്ടിലെ ആദ്യം എന്നോട് വന്ന് പറയുക, ഈ വീട്ടിലെ ഷെൽഫ് കാണാൻ വേണ്ടി 80കളിലൊക്കെ ആൾക്കാർ വെളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. കാരണം അതൊന്നും ഇല്ല 70കളിലൊക്കെ, അത്ര വലിയ വീടാണ്. 2 ആമക്കള്. ആ വീട്ടിലെ അച്ഛൻ 34-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പോൾ ഈ ആൻറ്റിക്ക് എത്ര വയസ്സുണ്ട്? 27 വയസ്സ്. 2 ആമ്പിള്ളേരുണ്ട്. ആമ്പിള്ളേരെ അവർ വളർത്തി. മൂത്ത മകൻ ഉണ്ട്, 2ാമത്തെ മകന് 54 വയസ്സായപ്പോൾ
മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ മകൻ മരിച്ചു. ആ മകൻ വിവാഹം കഴിച്ചിട്ടില്ല, ഈ അമ്മച്ചിയുടെ കൂടായിരുന്നു. 2 മക്കളുണ്ടായിരുന്നു. അതിലിളയവൻ ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചു. അമ്മച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എനിക്ക് ഒത്തിരി ദുഃഖം തോന്നി. ഞാൻ ആശ്വസിപ്പിക്കാൻ ഒത്തിരി വചനമൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഒറ്റയ്ക്കാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കൂട്ടത്തിൽ ഹോം നേഴ്സിനെ പോലെ കൂടെ ഒരാളെ നിർത്തുകയാണെങ്കിൽ അമ്മച്ചിക്ക് സംസാരിക്കാനോ വൈകിട്ടൊക്കെ ഒരു കൂട്ടുമൊക്കെ നല്ലതാണ്. ഉടനെ അമ്മച്ചിയുടെ മറുപടി, എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല പാസ്റ്റർ. നിങ്ങളുണ്ടോ ഇവിടെ? എനിക്ക് സംസാരിക്കുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്നാ കാരണം? 10-30-40 വർഷമായിട്ട് ദൈവം എന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു. 34 വയസ്സുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു. 27 വയസ്സേ ഉള്ളൂ. വിധവയായി ഞാൻ ജീവിച്ചു. 2 ആമക്കളെ ഞാൻ വളർത്തി. ആമേൻ. അതിൽ ഇളയ മകൻ മരിച്ചുപോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായി വീട്ടിലെങ്കിലും എനിക്ക് ഭയമില്ല. കാരണം എന്നെ എൻ്റെ ദൈവം ഇങ്ങനെ പഠിപ്പിച്ചു. കേൾക്കുന്നവർ ആമേൻ പറയട്ടെ. അർത്ഥം, ആ അമ്മയെ വിളിച്ചപ്പോൾ തന്നെ അല്ലല്ലല്ല, അമ്മയെ ആ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു സിസ്റ്റം അമ്മയ്ക്ക് വെച്ചു. ആ സിസ്റ്റത്തിൽ കൂടെ അമ്മ പോകുന്നതെന്ന് അമ്മയ്ക്ക് ബോധ്യമുള്ളതുകൊണ്ട് അമ്മ നെഞ്ചത്തടിക്കാൻ പോയില്ല, 2ാം വിവാഹം കഴിക്കാൻ പോയില്ല, എങ്ങും ചാടിപ്പോയില്ല. ദൈവം തന്നതോർത്ത് സന്തോഷത്തോടെ ദൈവത്തിന് സ്തുതിച്ചു. അപ്പം ഞാനൊരു കാര്യം കൂടെ മനസ്സിലാക്കി. എന്നെ എൻ്റെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ എൻ്റെ മേലൊരു സിസ്റ്റം വെച്ചു. അതെന്നാണെന്നറിയാവോ? നീ ഉന്നതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വലിയ വലിയ പാർട്ടികൾ നിൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വരും, വലിയ വലിയ രോഗികൾ നിൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വരും. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കും, അവരുടെ രോഗം മാറും, അവരുടെ ബന്ധനം അഴിയും, അവരുടെ കെട്ടഴിയും. പക്ഷേ അവരിൽ നിന്ന് ഒരു നന്മയും നിനക്ക് കിട്ടത്തില്ല. അവർ നിന്നെ വിട്ട് ഓടിപ്പോകും. ഇതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലരും ഓടിപ്പോയപ്പോൾ ഞാൻ പിടികിട്ടി, എൻ്റെ ശുശ്രൂഷ ഇതാ. കേൾക്കുന്നവരാമയും പറയട്ടെ. അതുകൊണ്ട് പൗലുസ് പറഞ്ഞതുപോലെ ഞാനും പറയുന്നു, എൻ്റെ പ്രാണനെ വിലയേറിയതായി ഞാൻ എണ്ണുന്നില്ല. കേൾക്കുന്നവരാമയും പറയട്ടെ. എന്താണ് എൻ്റെ വിളി? അത് ഞാൻ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൗലുസ് പറയുന്നുണ്ട്, 3 വട്ടം ദൈവത്തോട് അപേക്ഷിക്കപ്പെട്ട ഒരു കാര്യം നമുക്കെല്ലാം അറിയാം. ഒരു രോഗം തനിക്ക് വന്നു. എന്ത് രോഗമാണെന്ന് ബൈബിളിലില്ല. കണ്ണിന് കാഴ്ചയില്ലെന്നാണ് ചിലർ പറയുന്നത്. അതിന് ചില വാക്യങ്ങളൊക്കെ പറയുന്നു. മൃഗയുദ്ധത്തിൽ ശരീരം മുഴുവൻ ക്ഷീണിച്ചെന്നാ പൗലുസ്. എന്താണെന്നറിയില്ല, തനിക്ക് രോഗമുണ്ടായിരുന്നു. പലപ്പോഴും ആ രോഗം തന്നെ ക്ലേശിപ്പിച്ചു. ബൈബിള് പറയുന്നു, അവൻ അത് വിട്ടുമാറേണ്ടതിന്, ആ രോഗം വിട്ടുമാറേണ്ടതിന് 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3 വട്ടം പ്രാർത്ഥിച്ചു. എത്ര വട്ടമാ? നമ്മൾ 300 വട്ടം പ്രാർത്ഥിച്ചിട്ടിരിക്കുക. അത് വിട്ട് മാറാൻ 3 വട്ടം ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോഴേ പുള്ളിക്ക് ഒരു വെളിപ്പാട് കിട്ടി. എൻ്റെ കൃപ നിനക്ക് മതി, അത് നിന്റെ ബലഹീനതകളിൽ. അർത്ഥം, രോഗം നിന്നെ വിട്ടു പോകുകയില്ല, എൻ്റെ കൃപ നിനക്ക് മതി, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ കേട്ടോ അമ്മ പൗലോസ് പറയുക, 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതെൻ്റെ വിളിയിൽ, എൻ്റെ ശുശ്രൂഷയിൽ ദൈവം തന്ന കഷ്ടതയാണെന്ന് ബോധ്യപ്പെട്ടു. ആമേൻ പറഞ്ഞു സന്തോഷത്തോടെ പോയി. ഞാൻ ഇതിനകത്തിരിക്കുന്നതോട് ഈ സന്ദേശം പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങളുടെ ലൈഫിൽ വിട്ടുമാറാത്ത പ്രതിസന്ധികൾ മാറി മാറി നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറച്ചോണം, ഇത് നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ദൈവം വെച്ച് തന്നതാ. കേൾക്കുന്നവരാമയം പറയട്ടെ. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, പാസ്റ്ററേ എനിക്ക് വിഷയത്തിനകത്തൊരു മറുപടി കിട്ടിയില്ല. ഞാൻ പറയുന്നു, വിളിച്ചപ്പോഴേ ദൈവം നിനക്കത് തന്ന കഷ്ടതയാ. പലവട്ടം ഞാൻ പലരെയും വിളിച്ചുകൊണ്ട് വന്നു, അവരെല്ലാം വിട്ടുപോയി. പാസ്റ്ററേ പറ, അത് നിന്നെ വിളിച്ചപ്പോൾ തന്നെ ദൈവം നിന്നെ ഏൽപ്പിച്ചതാ. പലരും നിന്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി, വിടുതല കിട്ടി, അവർ ഓടിപ്പോയി, അവരെ പിന്നെ കണ്ടില്ല. പറ, അത് നിന്നെ വിളിച്ചപ്പോഴേ ദൈവം നിനക്ക് വെച്ചതാ. അതുകൊണ്ട് ഞങ്ങൾ, പൗലോസ് പറയുന്നു, ഇതെല്ലാം ചേരമെന്നുണ്ടെന്നോ തിരിച്ചറിവ് കിട്ടിയ ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കാരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മളതാ പറഞ്ഞത്, ദൈവത്തിന്റെ നിർണയം. പ്രൈസ് ദി ലോർഡ്. എന്താ നിന്റെ തലമുറകൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് വരാത്തത്? പിന്മാറിപ്പോയ തലമുറകളുണ്ട്. പലരും നിന്നെ കുറ്റം പറയും, ഞങ്ങളുടെ മക്കളൊക്കെ സഭയിലുണ്ട്, നിന്റെ മക്കളാരും വരുന്നില്ലല്ലോ. ഞാൻ പറയും, വിളിച്ചപ്പോഴേ ദൈവം തീരുമാനിച്ചു കുറച്ച് ദിവസമൊക്കെ വരണം, അത് കഴിയുമ്പോൾ പിന്മാറി പോകണം. എന്നിട്ട് അവൻ നശിച്ചു പോകാനാണോ? അല്ല, അവൻ്റെ കഷ്ടത അനുഭവിച്ച് കഴിയുമ്പോൾ ദൈവം അവനെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകേണ്ടതിനാ ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഒരു
ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ ഭർത്താവോ നിങ്ങളുടെ കൂടെ വന്നെന്നില്ലെന്നിരിക്കുക, മക്കൾ നിങ്ങളുടെ കൂടെ വരുന്നില്ലെന്നിരിക്കുക. എങ്കിലും നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിടുതൽ കിട്ടിയില്ല എന്നിട്ടും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഇത് സഹിക്കാനുള്ള ദൈവകൃപ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അത് നിങ്ങൾ അറിയുന്നവർക്കായി സ്തോത്രം, അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഒന്നോ രണ്ടോ പ്രാർത്ഥനയ്ക്ക്, രണ്ടോ മൂന്നോ പ്രാർത്ഥനയ്ക്ക് വന്ന് വിടുതൽ കിട്ടിയിട്ടില്ല ഓടിപ്പോകുന്നവരെ പലരെ അറിയാം. അവർക്ക് ആ വിഷയത്തിൽ നിൽപ്പാൻ സഹിക്കാൻ കൃപ തന്നിട്ടില്ല. എന്നാൽ ഞാൻ പറയുന്നു, ഈ വിഷയത്തിൽ നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ തകർന്ന് തരിപ്പണമായി പോയേനെ. നമുക്കിത് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ കൂടെ വന്നതിന് 2 ദിവസം മുക്കിളിയൊക്കെ കാട്ടി നമുക്ക് 2 മുട്ടായി ഒക്കെ തന്ന് നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് ചുറ്റിക്കിറക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അറിയാം ഇതിങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഇത് ഇന്ന് ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ലജ്ജ കൂടാതെ ധൈര്യമായി നിങ്ങൾ ഓടണം. പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയെങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, കർത്താവായ യേശു തന്ന ശുശ്രൂഷ, കർത്താവായ യേശു തന്ന ശുശ്രൂഷ. ഇതിനകത്തിരിക്കുന്നവർ നാം എല്ലാവരും അറിയണം, കർത്താവായ യേശു തന്ന ഒരു ശുശ്രൂഷ നമുക്കുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ശുശ്രൂഷ എന്താ. കഴിഞ്ഞ നാളിലൊക്കെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചത്, എന്താ ഭാഷ നിങ്ങളുടെ സഭ ഇത്ര ആളില്ലാത്ത, ഇത്രയും ശുശ്രൂഷ ചെയ്യുന്ന. ഞാൻ ചില സഭയിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കും, പാസ്റ്റർ സഭയിൽ 100-300 പേരുണ്ടോ? 30 പേര് പോലും ഇല്ല, നമ്മൾ പിടിച്ചിരിക്കുക. അപ്പോൾ ഇത് അറിയുന്നവർ ചോദിക്കും, എന്താ ഭാഷ ആളില്ലാത്ത എന്താണ് നിങ്ങളുടെ സഭ ആളില്ലാത്ത? പലരും അത് അപമാനിക്കാൻ വേണ്ടി ചോദിക്കാറുമുണ്ട്. ഞാനിപ്പം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ശുശ്രൂഷ ഇതാ. ഹല്ലേലൂയ. 1000ങ്ങളെ കൊണ്ട് പ്രസംഗിക്കാനായി എന്നെ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള 8-10 പേരെ തല്ലി പഴിപ്പിച്ച് അങ്ങ് കൊണ്ട് നിങ്ങളെ മിണ്ടുന്നില്ല. കൊട്ടാരക്കര 10,000 പേരുണ്ട്, പുള്ളിയുടെ ശുശ്രൂഷ അതാ. തങ്കുവിൻ്റെ സഭയിൽ ലക്ഷക്കണക്കിന്, പുള്ളിയുടെ ശുശ്രൂഷ അതാണെന്നേ. ഫിനിപ്പാസിന്റെ സഭ 20 പേരേ ഉള്ളൂ, പുള്ളിയുടെ ശുശ്രൂഷ അതാ. പ്രൈസല്ലോ, പ്രൈസല്ലോ. 10 പേര് 15 പേരും ഇരിക്കാനുണ്ടല്ലോ. ചില സഭയിൽ ചെന്നാൽ അതുപോലും ഇല്ല. ഞാൻ പറയുന്നു, അവരുടെ ശുശ്രൂഷ അതാ. ആ 4 പേരെയും കൊണ്ട് നീ തുഴയണം. അത് അവരെ കൊണ്ടുപോകാൻ ദൈവം നിനക്കൊരു അഭിഷേകം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. വന്നതും നിന്നതും, നീ ആരൊക്കെ പോയാലും പോയില്ലെങ്കിലും, വന്നാലും നിന്നാലും നിന്നില്ലെങ്കിലും, കരുനാഗപ്പള്ളിയിൽ ദൈവം തന്ന ശുശ്രൂഷ നാം ചെയ്തിരിക്കും. ചേർന്നൊരു ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ വഴിയിലിട്ട് പോകത്തില്ല. പലരും നമ്മളെ വിട്ട് ഓടിപ്പോകാം, പക്ഷെ ദൈവം നമ്മളെ വിട്ടു പോകത്തില്ല. പോകുന്നവരുടെ വിചാരം നമ്മൾ പോയാൽ പിന്നെ സഭ കാണുകയില്ല. പലരുടെയും വിചാരം അങ്ങനെയാണ്. എന്നാളൊരു പുള്ളിക്കാരന് ഒരു തോന്നലുണ്ടായിരുന്നു, ഞാനില്ലെങ്കിൽ പിന്നെ ജിജാസ് കാണുക. ഞാനില്ലെങ്കിൽ അച്ഛൻ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുള്ള, ഞാൻ കറക്റ്റായിട്ട് ഞാൻ 9 മണിയാകുമ്പോൾ വേറെ ആരും വരത്തില്ല, റസിയൊക്കെ വരത്തേ ഇല്ല. ഞാൻ 9 മണിക്ക് ഞാനില്ലെങ്കിൽ ജിജാസ് കാണുക എന്ന് പറഞ്ഞ പുള്ളിയെ ഇപ്പം 3-4 മാസമായിട്ട് ജിജാസും ഇല്ല. എടാ നീ ഇല്ലെങ്കിൽ അതിനെക്കാട്ടും നല്ലതായിട്ട് ജിജാസ് ഓടും. ഒരാമയും പറഞ്ഞേ, നിങ്ങൾ ചിലരൊക്കെ ചിലപ്പോൾ ഇത് കഴിഞ്ഞ് അതിലൊക്കെ കേട്ടെന്നിരിക്കാം. അവർ വിചാരിക്കും ഞങ്ങളില്ലെങ്കിൽ ഫിനിപ്പാസ് നിൻ്റെ തോന്നലടാ, എടാ പോടാ, കാവലം പറയുന്ന പോലെ ആരുമില്ലേലും ദൈവം ഇവിടെ. എൻ്റെ ശുശ്രൂഷ ഇതാണെന്ന് കേൾക്കുന്നവർ ആമേൻ പറയട്ടെ. കുറേ എണ്ണത്തിനെ സുവിശേഷം പറഞ്ഞ്, കുറേ എണ്ണത്തെ സ്നാനപ്പെടുത്തി, കുറേ എണ്ണത്തെ കൊണ്ട് ചെല്ലാന്നൊന്നും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് തികയ്ക്കണമെന്ന് എൻ്റെ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവർ പറയാം, നിങ്ങൾക്കും ഒരു ശുശ്രൂഷയുണ്ട്. നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു പക്ഷേ ഒത്തിരി സമ്പത്തോ വീടോ കാറോ വലിയ ജോലിയോ ശമ്പളമോ ഒന്നും ഇല്ല. ഞാൻ പറയാം, ദൈവം നിങ്ങൾക്ക് തന്ന വീട് ഇതാ, ദൈവം നിങ്ങൾക്ക് തന്ന ജോലി ഇതാ, ദൈവം നിങ്ങൾക്ക് തന്ന മക്കള് അങ്ങനെയൊക്കെയാന്നേ. അവൻ ഉഴപ്പനായിരിക്കും, ദൈവം തന്ന മക്കളാണ്. അതിനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? ദൈവം തന്നതാ. അതുമായിട്ട് ഈ ലോകത്തിൽ ദൈവം തരുന്ന ആയുസ്സോളും
തികയ്ക്കണം. ചേർന്നൊരാമയും പറഞ്ഞേ. വല്ലതുമൊക്കെ കിട്ടും എന്നോർത്തിരുന്നിട്ട് കിട്ടാതെ വരുമ്പോഴാണ് പ്രയാസം ഉണ്ടാകുന്നത്. അല്ല, എനിക്ക് ദൈവം ഈ കഷ്ടത എനിക്ക് തന്നതാ, ഇതൊരു വരമാണ്, എൻ്റെ ദൈവം തന്ന വരമാണ്. ഈ വരം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് എത്ര പേര് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നു, എൻ്റെ ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു പെട്ടെ. 1 തീമോഥെയോസ് 1:12. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശുവെന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാവരും അക്കര ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞേ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശുവെന്ന നമ്മുടെ കർത്താവ്. അടുത്തത്, എന്നെ അവൻ വിശ്വസ്തനെന്ന് എണ്ണി. ശാന്തരാമൻ പറഞ്ഞേ. ശുശ്രൂഷ ദൈവം തന്നു, നന്മ ദൈവം തന്നു, ആയുസ് ദൈവം തന്നു, തരും. ആരോഗ്യം ദൈവം തരും, എല്ലാം ദൈവം തരും, കഷ്ടയും ദൈവം തരും. പക്ഷേ നീ വിശ്വസ്തനാണെന്ന് ദൈവം എണ്ണണം. കേൾക്കുന്നവരാമയും പറയട്ടെ. എൻ്റെ പ്രിയ ദൈവമക്കളെ, എല്ലാം ലഭിക്കുമ്പോഴും നാം അവിശ്വസ്തരാകരുത്. എന്തും ലഭിക്കും ദൈവത്തിൽ നിന്ന്, പക്ഷെ അവിശ്വസ്തത കാണിക്കരുത്. എന്താ കുടുംബം നമ്മളോട് കാണിച്ചത്? വളരെ അവിശ്വസ്തതയാണ്. നമ്മൾ അങ്ങനെയല്ല വിചാരിച്ചത്. നമ്മുടെ കൂടെയുള്ളവരും അങ്ങനെയല്ല. നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, പക്ഷെ അവരെന്ത് ചെയ്തു? അവിശ്വസ്തത കാണിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, അവിശ്വസ്തത കാണിക്കരുത്. ദൈവത്തോട് അവിശ്വസ്തത കാണിക്കരുത്. നിങ്ങൾ നിൽക്കുന്ന സഭയോട് അവിശ്വസ്തത കാണിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ അവിശ്വസ്തത കാണിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കരുത്. വിശ്വസ്തനായിരിക്കുക. വാക്യം ഒന്നുകൂടെ വായിക്കാം. വിശ്വസ്തനെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട്, ഈ ശുശ്രൂഷയ്ക്ക് നിന്നെ ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ നീ വിശ്വസ്തനാണെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ചേർന്നൊരാമയും പറയട്ടെ. അങ്ങനെയെങ്കിൽ ഈ 10-ാം വർഷവും കരുനാഗപ്പള്ളി നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇവിടെ ദൈവം നമ്മളെ വിശ്വസ്തനാക്കി നിർത്തിയിരിക്കുകയാ. ദൈവം നമ്മളെ നിർത്തിയത് ഓർത്ത് കരമുയർത്തി സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? അതുകൊണ്ട് ഇതൊന്നും ഛേദമെന്ന് ഞാൻ എണ്ണുന്നില്ല. മറ്റൊരു വാക്യം കൂടെ നമുക്ക് വേഗത്തിൽ വായിച്ചു വരാം. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. തെസ്സലോനി 2:2. വായിക്കും. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും എന്ത് ചെയ്തു? നിങ്ങൾ ഒരു ആമേൻ പറഞ്ഞേ. പൗലോസ് പറയുന്ന കാര്യമാ. നമ്മൾ പൗലോസിനെ പോലെ ആയില്ല. നമ്മൾ പൗലോസിനെ 5 അയലോകത്ത് ചെന്നിട്ടില്ല. ഈ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരിയായിപ്പീൻ. അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് പുള്ളി പറഞ്ഞേ. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ നിങ്ങൾ എൻ്റെ അനുകാരിയായി തീരണമെന്ന്? നമുക്കെപ്പോഴും നമ്മളെക്കാളും വലിയ കുഴി അവർ ചാടും. പൗലോസ് ധൈര്യത്തോടെ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ അനുകാരിയാണ്, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിച്ചാലും ദൈവത്തിന് എടുക്കുക. കേൾക്കുന്നവർ ആമേൻ പറ. ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്യം ഒന്നുകൂടെ വായിച്ചത്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചു. കേൾക്കുന്നവർ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ.
എന്താണ് എൻ്റെ മുമ്പിലുള്ള വിളിയെന്ന് തിരിച്ചറിഞ്ഞ പുള്ളിയാ പറയുന്നത്. ഞങ്ങൾ കഷ്ടവും അപമാനവും അനുഭവിച്ചു. ഒരാമയും പറഞ്ഞാട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടമുണ്ട്. അടുത്തത് നമ്മൾ നീ പിടിക്കണമെന്നില്ല. എന്തിനാ നീ ക്യാമറ മറച്ചു പിടിച്ച് ഉറക്കം തൂങ്ങി പിടിക്കുക? എന്തിനു പിടിക്കുന്നത്? അത് ഓഫ് ചെയ്ത് പോയി. കാര്യത്തിന് ഒരു കാര്യമില്ല. കഷ്ടവും അപമാനവും എന്ത് ചെയ്തു? അനുഭവിച്ചു. നല്ലൊരു ആമയും പറഞ്ഞാട്ടെ. അടുത്ത ഒരു വിഷയമാണ് അപമാനം. സുവിശേഷ നിമിത്തം നമ്മൾ അപമാനങ്ങൾ ഏൽക്കുന്നിരിക്കാം. ഈ വചനം എടുത്തത് നിമിത്തം നമ്മളെ പലരും അപമാനിച്ചെന്നും സ്ഥാനങ്ങളിൽ നിന്ന് തള്ളിക്കളഞ്ഞെന്നിരിക്കാം. പക്ഷെ അതും മുന്നമേ എൻ്റെ വിളിക്കകത്ത് ഉള്ളതാ. അത് കേൾക്കുന്നവരാമയും പറയട്ടെ. നല്ലൊരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാട്ടെ. അടുത്ത 1-2 വാക്യം കൂടെ നമുക്ക് വായിക്കാം.